Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will do a Vishu special video. In this video, we will kannikonna kuppiyilakkan povana. Appo video start cheyyunna munne aayittu ningal iduvare ende channel subscribe cheyidillengil please do subscribe cheyyumbam thottedulla bell icon kude onnu press cheyidekka. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ബോട്ടിൽ, pistashell, acrylic colors, colored jute thread, പിന്നെ gluegun. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഗ്രീൻ കളറിൻ്റെ ബോട്ടിൽ എടുത്തേക്കുന്നത് നമുക്ക് ഫ്ലവേഴ്സ്, അതായത് കണിക്കൊന്ന നമ്മൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു എടുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ബോട്ടിൽ തന്നെ ചൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് അല്ലാതെ ബേസ് കോട്ടോ വേറെ കളറൊന്നും ചെയ്യുന്നില്ല. ഇതിന് ഡയറക്റ്റ് നമ്മൾ ഫ്ലവേഴ്സ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം കോളിൻ വെച്ചിട്ട് നല്ലതുപോലെ ഇതിൻ്റെ സർഫേസ് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പിസ്താഷ്യൽസ് എല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. കണിക്കൊന്നയുടെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷെയ്ഡിൽ തന്നെ നമ്മൾ കളർ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഗോൾഡൻ യെല്ലോ, ലെമൺ യെല്ലോ, വൈറ്റ്. അപ്പോൾ ഈ മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഷെൽസും എടുത്തിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് അത് പെയിൻറ്റ് ചെയ്യുവാണ്. ചെറുതായിട്ട് നമ്മൾ ഗോൾഡൻ യെല്ലോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ട്രോക്ക് ഒന്ന് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് കൂടെ എടുക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേ രീതിയിൽ ഈ എല്ലാ പിസ്താഷ്യൽസും ചെയ്തെടുക്കണം. അപ്പം കണിക്കൊന്നയുടെ നമ്മുടെ ബ്രാഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളേർഡ് ജൂട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എത്ര അളവാണോ വേണ്ടുന്നത് ആ ഒരു ഹൈറ്റ് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ബ്രാഞ്ചിൻ്റെ ഒരു ഷേപ്പിൽ കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ജൂട്ട് ത്രെഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ ബഡ്സ് ആയിട്ട് കുറച്ച് പിസ്താഷ്യൽസ് വേണം, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. പിസ്താഷ്യൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തിട്ട് മാത്രമേ ഗ്ലൂഗൺ ഓൺ ചെയ്യാവൂ. അപ്പം നമ്മൾ ഒറ്റ ടൈമിൽ തന്നെ എല്ലാം കൂടെ ചെയ്തിട്ട് നമുക്ക് തീർക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ബഡ്സ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് 3 ഇതൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ത്രെഡ് ഞാൻ ഇളക്കി മാറ്റി. ഇപ്പം പിസ്ത ഷെൽസ് ഞാൻ പെയിൻ്റ് അടിച്ചത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ പിസ്ത ഷെൽസും ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ടില്ലേ, നല്ലൊരു 3D ലുക്കൊക്കെ ആയിട്ടുണ്ട്. നല്ല കണിക്കൊന്നയുടെ ലുക്കാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പിസ്ത ഷെല്ലെല്ലാം നല്ലതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ബ്ലാങ്ക് സ്പേസിലെല്ലാം നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീവ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ലീവ്സിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പ് വലുതും ചെറുതുമായിട്ട് കുറേ ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതേപോലെ കട്ട് ചെയ്ത് പല സൈസിൽ കട്ട് ചെയ്തേക്കുന്ന ലീവ്സാണ്. ഇതെല്ലാം നമ്മുടെ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് കിടക്കുന്ന ഇതിൻ്റെ അകത്ത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുന്നില്ല. ഇതും ഒരു 3D എഫക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് കയറ്റി വയ്ക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് അകത്തോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ലീവ്സും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ ലീവ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, കണ്ടില്ലേ. ഈ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ 3D ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ.It റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ.It ആണ്. നമ്മൾ പിസ്ത ഷെൽസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു 3D ലുക്കാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിഷുവിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.